Dear customer, your account has been credited with rupees 30 lakh. The total available balance is rupees 30 lakh 5014. കണ്ടു, സന്തോഷം. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, മക്കളെ രാജകുമാരിമാരെ പോലെ നോക്കുന്നവരെ കൊണ്ട് കെട്ടിക്കണേന്ന്. അദ്ദേഹം മുണ്ട് മുറുക്കി എടുത്തുണ്ടാക്കിയ പൈസയാണ് നിന്നെ കെട്ടിക്കാൻ വേണ്ടിയിട്ടേ. അതാ ഇപ്പം ഞാനിങ്ങനെ ചെയ്തത്. അദ്ദേഹം ഇത്ര നാൾ പറഞ്ഞതിനൊന്നും ഞാൻ എതിര് ചെയ്തിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. പൈസ കൊടുത്ത് രാജകുമാരനെ വാങ്ങണോ അമ്മേ? ഞാൻ എന്നെ തന്നെ രാജകുമാരിയായിട്ട് നോക്കിക്കോളാം. അല്ലെങ്കിൽ സിംഹാസനം ഒന്നേ ഉള്ളൂ, അവിടെ ഇരിക്കാൻ ഞാൻ മതി. അമ്മ പേടിക്കണ്ട, അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ പൈസ അത് ഞാൻ ഒരിക്കലും നശിപ്പിക്കത്തില്ല. മോളെ, നീ കല്യാണത്തിന് കൂടണം. നിന്റെ ചേച്ചി അവൾ എത്രയ്ക്കായാലും. എനിക്ക് കല്യാണത്തിനൊന്നും കൂടാൻ പറ്റത്തില്ല അമ്മേ. മോളെ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഈ വിഷമമൊക്കെ സന്തോഷമായി മാറും. നിന്നെ കുറ്റം പറഞ്ഞവരൊക്കെ നിന്നെ വാഴ്ത്തിപ്പാടുന്ന ഒരു ദിവസം വരും. വരും വരും. വാഴ്ത്തിപ്പാടുന്ന ദിവസമായിരിക്കത്തില്ല, താറ്റി തുപ്പുന്ന ദിവസമായിരിക്കും വരാൻ പോകുന്നേ. അമ്മ എന്നോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാ ഈ തള്ള. അച്ഛന്റെ സഹോദരങ്ങളെല്ലാം ഉപേക്ഷിച്ചപ്പം അമ്മ ഇവരെ ഏറ്റെടുത്ത് സംരക്ഷിച്ചതാ. ഓർമ്മ വെച്ച കാലം തൊട്ട് കേൾക്കാൻ തുടങ്ങി ഇവരെ വായിന്ന് കുത്തുവാക്കും കളിയാക്കലുകളും. കോടിയുണ്ട് ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് 19 പോയിന്റ് സ്വർണവും 10 ലക്ഷം രൂപയും കിട്ടുമെന്ന്. എന്ന് വെച്ചാ നിന്റെ മോൻ കളക്ടർ അല്ലയോടി? എന്നാലും ഇതൊരു വല്ലാത്ത ചെയ്വനയായിപ്പോയി. അമ്മായിയമ്മ അല്ലയോ, ഒരു മോതിരം അവക്ക് ഇടായിരുന്നേ. എടി കൊത്തട്ടെ നിന്നെ ഞാൻ കൊത്തട്ടേടി. അത് പിന്നെ പണ്ടത്തെ പോലാന്നോ? ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്തൊരു വിലയാ. സ്വർണത്തിനിപ്പോ വില കൂടിയെന്നും പറഞ്ഞ് അവള് 10-25 പവന്റെ സ്വർണം എങ്ങാണ്ടുണ്ട് കയ്യിലും കഴുത്തലും കൂടി. അവക്കത് ഇടാൻ പറ്റുമല്ലോ. ഒരു പവന്റെ ഒരു വള എന്റെ കയ്യിലിട്ട് തന്നിരുന്നെങ്കിലോ. അതുകൊണ്ട് ഞാൻ ഉള്ള വള കൊടുത്ത് നെക്ലസ് അടിച്ചെന്നേ. ഇതിപ്പോ എത്ര പവനുണ്ട്? ഓ, ഇതിപ്പോ എല്ലാം കൂടി 10-20 പവന്റെ സ്വർണവും 10 ലക്ഷം രൂപ എങ്ങാണ്ടാ കൊടുത്തേക്കുന്നേ. അത് നമുക്ക് നാക്കെ പിടിക്കാൻ കാണുവോ? എടി, അതിന് നിന്റെ മോനെ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ നീ? ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും കേട്ടോ. അവൻ്റെ അടുത്ത് പറയണ ഈ കാശെല്ലാം ഇങ്ങനെ കാതിരി കൂതിരി നശിപ്പിച്ച് കളയരുതെന്ന്. ഈ സ്വർണം എല്ലാവരുടെയും വിറ്റ് അല്ലെങ്കിൽ ലോക്കറിൽ കൊണ്ട് വെക്കുവോ, ഈ കിട്ടിയ സ്ത്രീധനം എടുത്ത് ബാങ്കിലിടാനോ പറയണം കേട്ടോ. 10,000 രൂപ പലിശ കിട്ടത്തില്ലയോ? ആ പലിശ എടുത്ത് ജീവിക്കാമല്ലോ. പൈസയൊക്കെ അവരെന്ത് പിന്നെ കല്യാണം ചെലവെന്നും പറഞ്ഞ് കടം വാങ്ങിയതൊക്കെ തീർത്ത്. ഇനി ആ 20 പവന്റെ സ്വർണ്ണമുണ്ട്, അതെടുത്ത് ബാങ്കിലിട്ടാൽ എങ്ങനാ? കടമില്ല, അടങ്ങ്. കടമുണ്ട് 10-50 ലക്ഷം രൂപ അവൻ്റെ പേര്. അത് തീർക്കുവോ അതോ ഇത് എല്ലാം സേവ് ചെയ്ത് വെക്കുവോ? ഓ, അങ്ങനെ. അവർക്ക് കുറച്ചുകൂടി സ്ത്രീധനം തരായിരുന്നു. എന്നാ പിന്നെ നില്ല്, സുലോചനമ്മായിക്കേ സംഭാരം എടുക്കാം. ശിവ, വല്ലവൻ്റെയും വിയർപ്പിന്ന് വരുന്ന സ്വത്തിനും പണത്തിനും കൊതിക്കുന്ന ആൾക്കാരുണ്ടോ ഇതുപോലെ? ഉണ്ട്. ഇപ്പൊ കാശിനും പൊന്നിനും വേണ്ടി ആളെ കൊല്ലുമല്ലയോ. അധികം നിൽക്കണ്ട, പണത്തിന് വേണ്ടി ആളെ തീർത്ത് കളയുന്ന കൂട്ടരാ. സംഭാരം വേണ്ട. അയ്യോ നിക്കുന്നേ, ഇപ്പൊ തരാന്നേ. അല്ല, വീട്ടിൽ ചെന്നിട്ട് പണിയുണ്ടേ. അപ്പുറത്തെ വീട്ടിലെ സുലോചന ചേച്ചി വന്നായിരുന്നു. 1.5 പവന്റെ വളയെങ്കിലും ഇടാഞ്ഞത് മോശമായിപ്പോയി ഇത്രേ. നമ്മൾ അത്രയ്ക്കങ്ങ് ചെറിയ ആൾക്കാരൊന്നും അല്ല. ഒരു 1.5 പവന്റെ വള ഇട്ടെന്നും പറഞ്ഞ് ആരുടെയും കൈയൊന്നും ഒടിഞ്ഞു പോത്തില്ലായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പെണ്ണ് 1.5 പവന്റെ വളയെങ്കിലും അമ്മായിമ്മയ്ക്കിടും. ഇവിടെ നാത്തൂമാര് പോലും ഇല്ല ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് എനിക്ക് ഇട്ടിരിക്കുന്ന ഒരു ഞാനെന്ത് മോതിരം, എന്ത് മഹാപാപം ചെയ്തോ എന്തോ ഞാൻ. 5 പവന്റെ വളയൊന്നും അല്ലല്ലോ, ഒരു 1.5 പവന്റെ വളയല്ലേ. നിർത്തുന്നുണ്ടോ 1.5 പവന്റെ കഥ? ഒന്നും വേണ്ടെന്നും പറഞ്ഞാൽ അതല്ലേ വീട്ടിൽ വന്നിരുന്ന് വീരവാദം പറഞ്ഞത്.
ഇപ്പൊ 1.5 പവൻ മനുഷ്യന് ചെവിയും തലയും കേൾക്കാൻ വയ്യ. സാധാരണ ഇവിടുത്തെ നാട്ടു നടപ്പ് അങ്ങനെ അടി. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ നടപ്പൊന്നും ഇല്ല. എന്റെ അനിയത്തിക്ക് 3 പവന്റെ വളയാ കിട്ടിയത്. നിങ്ങളുടെ അനിയത്തിക്ക് 3 പവന്റെ വള കിട്ടിയെന്ന് ഞാൻ ഇങ്ങനെ നടന്ന് തുള്ളി ചോദിക്കണം. വീട്ടിലേക്ക് നിങ്ങൾ എന്തോ ചെയ്യും? ഞാൻ എന്റെ വീട്ടിൽ പോവാ എന്റെ ഭർത്താവിനെയും കൊണ്ട്. എത്ര ദിവസം കൊണ്ട് സ്വസ്ഥതയില്ല. എന്നാ പിന്നെ ചെല്ലടി നിന്റെ വീട്ടിലോട്ട്. അല്ലേ രമണ, നമുക്ക് പോവാ ഇവിടുന്ന്. ഒരു ഞരുന്ത് മോതിരം ഇട്ടിട്ട് അവിടെ വീരവാദം കേട്ടില്ലേ? കാഞ്ചി ആ ഞരുന്ത് മോതിരം ഊരുത്താ. നിന്റെ ഞരുന്ത് മോതിരം അല്ലേ വേണ്ട. ഇതേ 2 ദിവസം ഞാൻ ഫുഡ് ഉണ്ടാക്കി തന്നില്ലേ, അതിന്റെ കണത്തി വെച്ചോ. അയ്യടാ ദൈവമേ, എന്റെ ഭഗവാനേ, രാമായണക്കാറ്റ് നീലാംബരിക്കാറ്റ്. അച്ചാമ്മേ ബാ. അയ്യോ, അച്ചമ്മയുടെ പൊന്നുമോള് വന്നാട്ടെ. ഇവിടെ ഇരിക്ക് മോനെ, വാ. അയ്യോ, ഇവിടെ ഇരിക്കും. എന്താ പറയാതെ വന്നത്? വന്നിരുന്നാട്ടെ. എന്താ പറയാതെ വന്ന്? എന്റെ മോളങ്ങ് സുന്ദരിയായല്ലോ. തടിയും വെച്ചങ്ങ് സുന്ദരിയായി. മോനെ വന്നിരുന്നാട്ടടാ. അത് പിന്നെ നടന്ന് തിന്നുമല്ലയോ, അപ്പൊ പിന്നെ തടിക്കുമല്ലോ. അതുകൊണ്ടാ സുന്ദരിയായി ഇപ്പം. എന്താ പറയാതെ വന്നത്? പെട്ടെന്ന് ഇങ്ങ് പോരാൻ തോന്നി വന്ന്. മോനെന്നാ അങ്ങോട്ടൊക്കെ ഒന്ന് ചെന്നാട്ടെ. അമ്മ എന്തേ? അമ്മ അപ്പുറത്തുണ്ട്. മക്കളെന്നാ അങ്ങോട്ട് ചെന്നാട്ടെ. ഞാൻ അമ്മയമ്മ പോയിരുന്നു. അമ്മായിയമ്മയൊക്കെ എങ്ങനുണ്ട്? അമ്മായിയമ്മ ഒരു മുഷടാ. ചെന്ന് അന്നോട്ട് വള 1.5 പവൻ ഇട്ടില്ലെന്നും പറഞ്ഞ് എന്നെ പീഡിപ്പിക്കുക. അതുകൊണ്ടാ ഞാൻ ഇനി പോരുന്നേ. പെണ്ണുമ്പോൾ അങ്ങനെ പറഞ്ഞോ? ഇപ്പോഴേ അമ്മായിയമ്മ പോര് തുടങ്ങിയില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിൽക്കി. നീ എന്തിനാ അവിടെ വായിലിരിക്കുന്ന കേൾക്കാൻ അവിടെ പോയി കിടക്കുന്നത്? നിനക്കുള്ളേ കൂടി അല്ലേ ഈ വീട്. ഇവിടെ നിൽക്കി കേട്ടോ, ഇവിടെ നിന്നാ മതി. അവക്കിട്ടൊരു കൂടുപാത്രം കെട്ടണം. ഹലോ, എന്തോ ആയി നിന്റെ ബിസിനസ്? എത്ര ലാഭം എടുത്ത്? 1 കോടിയോ 2 കോടിയോ? എന്താ മോളെ? അവളൊക്കെ എന്തോ ഇങ്ങോട്ട് കെട്ടിക്കേറി വന്നത്? ഇത്ര നാളെന്റെ കളറിനെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിനെ പറയാൻ തുടങ്ങി. എന്തിനും ഏതിനും കളിയാക്കിയത്. നീ എന്തിനും ഏതിനും ഇങ്ങനെ കരയാനിരിക്കുന്ന എന്തിനാ? നീ തന്നെ പറഞ്ഞല്ലോ ഞാൻ ഇനി ഒറ്റയ്ക്ക് മതി, ഒറ്റയ്ക്ക് ജീവിച്ചോളാന്ന്. അപ്പൊ അങ്ങനെയൊക്കെ തീരുമാനിച്ച യോദ്ധാവാണെങ്കിൽ സ്ട്രോങ് ആയിട്ടിരിക്കണ്ടായോ? ഇങ്ങനെയുള്ള ആളുകൾ എന്തേലും പറയുന്നത് കേൾക്കുമ്പോഴേ മോങ്ങാനിരിക്കുവാണോ വേണ്ടത്? സ്ട്രോങ് ആയിട്ടിരിക്കണം, മനസ്സിലായോ? ആരെന്ത് പറഞ്ഞാലും വീടരുത്. അല്ലടി, എന്തു പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞത്? ബിസിനസ് തുടങ്ങിയെന്നോ, കോടി ഉണ്ടെന്നോ ഒക്കെ. അത് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ. അവളുടെ ഈ 10-30 ലക്ഷം രൂപയുണ്ട്. എൻ്റെ കല്യാണത്തിന് എനിക്ക് 20 പവനും 10 ലക്ഷം രൂപയും തരുന്നെന്ന് അറിഞ്ഞതും അവൾ അപ്പം തന്നെ അമ്മയെ കൊണ്ട് 30 ലക്ഷം രൂപ അവളുടെ ബാങ്ക് അക്കൗണ്ടിലാക്കിച്ച്. അപ്പോൾ അവളുടെ 10-30 ലക്ഷം രൂപ ഉണ്ടല്ലേ? അവൾ ആരാ മോള്? എന്നിട്ടിപ്പോൾ പറയുന്ന അവൾ കല്യാണം കഴിക്കത്തില്ല, ബിസിനസ് ചെയ്യാൻ പോവാണെന്ന്. നശിച്ചവള് പൊട്ടിത്തൊളഞ്ഞു പോവും. അപ്പം അവിടെ സോക്കേടങ്ങ് തീരും. അവളല്ലേലും കല്യാണം കഴിക്കത്തൊന്നുമില്ല. കല്യാണം കഴിക്കാൻ ഇവിടുന്ന് ചെറുക്കനെ കിട്ടാൻ. ഈ നാറി എന്തിനാ എന്നെ നോക്കി നിൽക്കുന്നത്? മോന്തക്കിട്ടൊരു കുത്തുകുത്താനാണ് എനിക്ക് തോന്നുന്നത്. നാശം പിടിച്ചവൻ. മാറങ്ങോട്ട്. അമ്മേ, അവർക്ക് പോവാൻ സമയമായില്ലേ?
അപ്പൊ അവള് പറഞ്ഞൊന്നും നീ അറിഞ്ഞില്ലേ? സ്വർണ്ണവള കൊടുക്കാത്തതിന്റെ പേരിൽ ഭയങ്കര വഴക്കായിരുന്നു അമ്മായിയമ്മ. എന്നാ പിന്നെ ഇവിടെ ഒരു വാടകയ്ക്ക് പോയി താമസിക്കാൻ പറ. എന്തിനാ ഇവിടെ കെട്ടിക്കിടക്കുന്നത്? മോൾ എന്തോ മോളെ പറയുന്നേ? ഇവിടെ ഒരു വീട് എടുക്കുമ്പോ അവരെടുത്ത് വാടകയ്ക്ക് പോകാൻ പറയുന്നത് ശരിയാണോ? അവരിവിടെ നിക്കട്ടെ, നിനക്കെന്താ? എനിക്കിഷ്ടല്ല. നിനക്കല്ലേലും നിന്റെ കാര്യ വലുത്. ഇത്രയ്ക്കൊന്നും സ്വാർത്ഥയാവരുത് കേട്ടോ.